കേരളത്തിലെ പല ഹോട്ടലുകളിൽ ഇപ്പൊ ചായ നിർത്തി. എന്താണ് ഈ ഹോട്ടൽ ഉടമകൾ നേരിടുന്ന പ്രശ്നം? ഒരു വിഷയത്തെ ന്യായവാദങ്ങൾ കൊണ്ടും പ്രതിന്യായവാദം കൊണ്ടും ഇവിടെ ചെയ്യുന്നത് നമ്മളല്ല. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഇപ്പൊ ഹോട്ടൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഹോട്ടലുകാർ എന്ന് പറയുന്നത് വേറൊരു ഉപഭോക്താക്കളാ. ഇപ്പൊ വീട്ടമ്മ പറഞ്ഞ മാതിരി ഞങ്ങൾക്കും കുടുംബമുള്ളതാ. ഈ വീട്ടില് ഗ്യാസ് കുടിക്കഴിഞ്ഞാൽ ഞങ്ങളെയും ബാധിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാ പറയുന്നത്. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് കേരളത്തിൽ തന്നെ 50 ലക്ഷത്തോളം പേര് ഇതിനെ ബാധിക്കുന്നുണ്ട്. അവരെ നിലപ്പ ഓട്ടോറിക്ഷക്കാരാണെങ്കിലും ബസ് തൊഴിലാളികൾ എല്ലാവരെയും മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇവരെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വസ്തുനിഷ്ഠമായ ഇടപെടലുകൾ ഉണ്ടാവണം. അവിടെ ഗ്യാസ് കിട്ടുന്നില്ല. ഗ്യാസിന്റെ വില കൂടുതലേ ഉള്ളൂ. ഇപ്പോഴും ഗ്യാസിന്റെ നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് കിട്ടുന്നില്ല. ദിവസവും 100 കണക്കിന് പരാതികളാണ് വരുന്നത്. ഗ്യാസ് കിട്ടാതെ എങ്ങനെ ചായ കൊടുക്കണേ? FSS നിയമം വന്നപ്പോൾ എല്ലാ ഹോട്ടലുകളിൽ നിന്ന് അടുപ്പൊക്കെ എടുത്ത് മാറ്റി. അടുപ്പ് വയ്ക്കാൻ പാടില്ല. ഇപ്പൊ വീണ്ടും ഞാൻ മന്ത്രി ഓർഡർ ഇട്ടേക്കാണ് പരിശോധനയ്ക്ക്. ഈ പരിശോധനയ്ക്ക് വരുന്നവരവിടെ കരി വരണ്ട ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര് നടപടിയെടുക്കും. അപ്പൊ എങ്ങനെ ഞങ്ങൾ ചായ കൊടുക്കണമെങ്കിൽ ഗ്യാസ് കിട്ടണം. അതിന്റെ വില കൂടുമ്പോൾ ഞങ്ങൾക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റില്ല. വില കൂട്ടിയാൽ ലാഭമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഗ്യാസിന്റെ ഇന്നലത്തെ മിൽമപ്പാല് മാത്രമല്ല വില വർധനവ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. പരിപ്പിന്റെ വില വെച്ച് 200 രൂപ എടുത്ത പരിപ്പിന്റെ വില. ബിരിയാണി 100 താഴെ കിടന്നപ്പോ ഇപ്പൊ 210 രൂപ ബിരിയാണിയുടെ വില. അപ്പൊ എല്ലാ സാധനത്തിനും വില കൂടുമ്പോൾ നാമമാത്രമായ വർധനമെങ്കിലും ഹോട്ടൽ ഉടമകളും കൂടെ സഹകരിക്കണം. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.